ഒരു കൈ കൊടുത്തതിന്റെ പേരിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. പക്ഷെ ആ ട്രാൻസ്ഫർ അന്നത് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ഭാഗ്യം തന്നെ. വന്ന് പെട്ടതാണ് മെക്കയിലാണ് വന്ന് പെട്ടത്. അതുകൊണ്ട് എനിക്ക് MSPയിലാണ് വന്നത്. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടണം, അങ്ങനെ കിട്ടണം. അതെനിക്ക് വലിയൊരു ഞാൻ വരുമ്പോ ഷബ്സാർ കൂടെ കമാൻഡ്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഫുള്ള് ഫുട്ബോളല്ലേ. അത് എന്ത് ട്രാൻസ്ഫർ ആയിരുന്നു? അത് എന്ത് അതായത് ഞാൻ കൈ കൊടുത്തു. ഭൂസമരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പോലീസ് വയ്ക്കുന്നതല്ലേ. അപ്പൊ ആ സമയത്ത് കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. അപ്പൊ രാജേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബ്രദർ പോലെയാണ് സ്പീക്കർ. അപ്പൊ ആ ഒരു ഇനോഗ്രേഷൻ മുമ്പ് കണ്ടപ്പോ ചേട്ടാ വന്നിട്ട് കൈ കൊടുത്തോ. ദേശമാന്റെ ഫ്രണ്ട് പേജിൽ കൈ കൊടുക്കണം. വിജയം ഭൂസമരത്തിൽ അറ്റൻഡ് ചെയ്തു പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ. അപ്പൊ അന്നത്തെ IG എന്നെ ഒറ്റ ട്രാൻസ്ഫറാണ് മലപ്പുറത്ത്. അതായത് MSPയിലേക്ക് വന്നു, ഇവിടെ നിന്ന് കളി അവസാനിപ്പിച്ച് പോവുകയാണ്. നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞു, ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കൊടുവള്ളിയിൽ വെച്ചും ചോദിച്ചിട്ട് എനിക്ക് അത്ര ഒരു പിടിതരാതെ ഉത്തരം പറഞ്ഞു പോയൊരു കാര്യം, രാഷ്ട്രീയ അത് വിട്ടു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? രാഷ്ട്രീയക്കാരൊക്കെ സാധാരണ ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ എന്തായാലും ഒപ്പം വരുന്നുണ്ടാവുമല്ലോ. നീ ഇപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കണില്ലേ, ഞാൻ ഒരു നാഷണൽ ഫിഗറാണ്. എല്ലാവരും ഒരു ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് രാഷ്ട്രീയം വഴങ്ങില്ല. എനിക്ക് എല്ലാവരും വേണം. എനിക്കിപ്പോ ആരുടെ അടുത്ത് വേണമെങ്കിൽ പോവാം. പിണറായി സാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് വേണമെങ്കിൽ പോവാം. ഇപ്പോൾ ചെന്നിത്തല സാറിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഡയറക്റ്റ് പോവാം. മുരളീധരനായാലും ആരായാലും എനിക്ക് ഡയറക്റ്റ് പോവാം. പക്ഷെ ഞാനൊരു പാർട്ടിയിൽ ചേർന്നാൽ അതിനൊരു തട വരും. അവരായിട്ടുള്ള ആ ഒരു സൗഹൃദം പോവും. എനിക്കതൊന്നും പറയാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രീ ബേഡായിട്ട് പറഞ്ഞു നടക്കും. അതാണ് എൻ്റെ ഒരു ലൈഫ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ അതിനൊരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. വീട്ടിലായാലും അവിടെ ആയാലും എനിക്കിങ്ങനെ പറഞ്ഞു നടക്കണം. അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കും. സിനിമ കുറച്ച് കാര്യമായിട്ട് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ? അങ്ങനെയല്ലേ. ഞാൻ അപ്ലൈയാലും ഇപ്പോഴായാലും എനിക്കിപ്പോൾ ഇവിടുന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് എൻ്റെ കമൻറ്റ് ഒന്നും പറയുന്നില്ല. പോയി ചെയ്യൂ എന്നൊക്കെ പറയുള്ളൂ. അതാണ് പറഞ്ഞത്. MSPയിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ല കിട്ടിയ നമ്മള് വേണ്ടാന്നൊന്നും പറയില്ല. നല്ല റോള് കിട്ടിയ നമ്മള് ചെയ്യും. സിനിമ ഭ്രാന്ത് എന്നല്ല, എനിക്ക് എന്റെ ഫുട്ബോളും ഒരു അക്കാഡമിയാണ് എന്റെ ഒരു ഡ്രീം. അക്കാഡമിയിലൂടെ ഒരുപാട് IN വിജയന്മാർ തുറക്കട്ടെ. IN വിജയൻ അല്ല, IN വിജയനേക്കാളും വലുതായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് ഇൻഷാ അല്ലാ. ഈ കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ തൃശ്ശൂരിൽ അമ്മയുടെ പേരിലൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. ഈ കാക്കി കുപ്പായം, ഈ ജേഴ്സി ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ കിടക്കുമ്പം തീർച്ചയായും അമ്മയെയും അച്ഛനെയും ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകില്ല. ഈ സമയത്ത് അവരുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം സ്വാഭാവികമായി മനസ്സിലുണ്ടാകില്ലേ? അല്ല, അമ്മയും അച്ഛനൊക്കെ എപ്പോഴും മനസ്സിലുള്ളതല്ലേ. അവർ രണ്ടുപേരും ഇല്ല. ഞാനൊരു എൻ്റെ ഏറ്റവും വലിയ വിഷമം എല്ലായിടത്തും പറയാനുള്ളതാണ്. ഞാനൊരു IN വിജയനായിട്ട് എൻ്റെ അച്ഛൻ കാണാൻ പറ്റില്ല. അച്ഛനാണ് എന്നെ ഫുട്ബോളിലൊക്കെ കാണാൻ. അച്ഛന് കാണാൻ പറ്റില്ല. പക്ഷെ അമ്മ കണ്ടിട്ടുണ്ട്. ഞാൻ IN വിജയനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വിഷമമുള്ളത് തന്നെ ഞാനൊരു IN വിജയനായിട്ട് അച്ഛന് കാണാൻ പറ്റില്ല. അച്ഛനാണ് ഫുട്ബോളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ശാലമോളിലിരുന്ന് കാണുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണും.